കർത്താവിന് സ്തോത്രം. ബഹുമാന്യനായ ദൈവദാസൻ പാസ്റ്റർ ജോജി ജോർജ്, അവിടെയുള്ള അസംബ്ലി ഓഫ് ഗോഡ് ചർച്ച് ഓൺലൈനിൽ ആയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഈ രാത്രിയിൽ അറിയിക്കുന്നു. എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലംസ് നെറ്റ് സംബന്ധമായി വന്നാൽ ഞാൻ ഒരു ഓൾട്ടർനേറ്റീവ് ക്രമീകരണവും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ശാന്തമായി നിങ്ങൾ നിന്നാൽ മതി. കർത്താവ് നമ്മളെ സഹായിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കർത്താവ് ഇങ്ങനെയുള്ള മീഡിയം നമുക്ക് ഉപയോഗിക്കുവാൻ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകവ്യാപകമായി ദൈവമക്കള് ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് കൂട്ടായ്മ ആചരിക്കുവാനും ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാനും അതവർ പ്രയോജനപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. അവിടെ നിന്ന് കർത്താവ് തരുന്ന കൃപയ്ക്കനുസരിച്ച് നിങ്ങളുമായി ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഈ ലോക്ക്ഡൗണില് നിരന്തരമായി ഞാൻ മർക്കോസിന്റെ സുവിശേഷം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയും ഞാൻ മർക്കോസിന്റെ സുവിശേഷം വായിച്ചു. അപ്പൊ അതിനകത്ത് നിന്ന് ചില കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ തട്ടിയത്, എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചത് കാര്യങ്ങൾ ഉണ്ട്. അതിൽ ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നത്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28-29 വാക്യം. വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, ഞങ്ങൾക്കതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു. ഇത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആ കോണ്ടെക്സ്റ്റ് അറിയാം എന്നാണ് ഞാൻ ധരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, കർത്താവ് മറുപമലയിൽ നിന്ന് 3 ശിഷ്യന്മാരുമായി താഴ്വരയിലേക്ക് വരുമ്പോൾ അവിടെ ഒരൽപ്പം പ്രതികൂല സാഹചര്യങ്ങൾ കാണുന്നു. ഭൂതം ബാധിച്ച ഒരു പൈതലിനെ കർത്താവ് വിടുവിക്കുന്നു. നേരത്തെ തന്നെ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ശിഷ്യന്മാർക്ക്, കർത്താവിന്റെ കൂടെ പോകാഞ്ഞ ശിഷ്യന്മാർക്ക് അത് കൈകാര്യം ചെയ്യുവാൻ ആ സമയത്ത് സാധിക്കാതെ വന്നു. കർത്താവ് ഇറങ്ങി വന്ന് അത് കൈകാര്യം ചെയ്യുന്നു. എന്നിട്ട് അവരൊരു വീട്ടിലേക്ക് കയറുമ്പോഴാണ് അവർ കർത്താവിനോട് ചോദിക്കുന്നത്. ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അപ്പൊ 14-ാം വാക്യം മുതൽ 29-ാം വാക്യം വരെയാണ് കർത്താവ് ഈ പൈതലിൽ നിന്ന് ദുരാത്മാവിനെ പുറത്താക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമല്ല, മത്തായിലും ലൂക്കോസിലും ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 14 മുതൽ 19 വരെയുള്ള വാക്യത്തിലും, ലൂക്കോസ് 9-ന്റെ 37 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ ഇതിന്റെ പാരലൽ പാസേജുകളാണ്. അതും നിങ്ങൾ കുറിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഇത് ചേർത്ത് വെച്ച് പഠിക്കുവാനായിട്ട് കഴിയും. ഈ ശിഷ്യന്മാരും കർത്താവുമായിട്ടുള്ള ബന്ധം ആദ്യ 1-2 വാക്കിൽ പറയാൻ താല്പര്യപ്പെടുകയാണ്. ഇങ്ങനെ സ്വകാര്യമായി കർത്താവിനോട് പല അവസരങ്ങളിൽ ചോദിച്ചത് മർക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, 9-ന്റെ 33, അതായത് നമ്മൾ ഇപ്പോൾ വായിച്ച 28-ാം വാക്യം കഴിഞ്ഞ് 33, 28-ലാണ് രണ്ടാമത്തെ കാര്യം, പിന്നെ 33, 10-ന്റെ 10 എന്നീ ഭാഗങ്ങളിൽ
പലപ്പോഴും കർത്താവ് ഒരു വീട്ടിനകത്തേക്ക് കയറി വരുമ്പോൾ സ്വകാര്യമായി പ്രൈവറ്റ് ആയിട്ട് ശിഷ്യന്മാര് ചെന്ന് ചില കാര്യങ്ങൾ പറയുന്ന അനുഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ. ഒരു സ്ഥലത്ത് കർത്താവ് ചില കാര്യങ്ങൾ അവരോട് പറയും. അപ്പോൾ ഈ ഗുരു ശിഷ്യ ബന്ധം ആദ്യം ഒന്ന് ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുക. ഇത് വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിലെ എല്ലാ ദൈവസഭകളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുതയാണ്. ജീസസിനെ അനുഗമിക്കാൻ, ജീസസിന്റെ ഡിസൈപ്പിൾസ് ആകാനാണ് ജീസസ് നമ്മളെ എല്ലാവരെയും സുവിശേഷത്താൽ വിളിക്കുന്നത്. സുവിശേഷങ്ങളെല്ലാം അത് വളരെ ക്ലിയർ ആയിട്ട് പറയും. മത്തായിയുടെ സുവിശേഷം 28:19-20 വാക്യം എന്ന് പറയുന്നത് മഹാനിയോഗം, ഗ്രേറ്റ് കമ്മീഷനാണ്. നിങ്ങൾ നോക്കിയ ആ വാക്യം, ആ വാക്യത്തിന്റെ പ്രധാനപ്പെട്ട ക്രിയാപദം എന്താണ് എന്നുള്ളത് ഒന്ന് ചിന്തിച്ചാട്ടെ. എനിക്കറിയാം പലപ്പോഴും നമ്മൾ ഇത് സ്നാനപ്പെടുന്ന സമയത്ത് വായിക്കുന്ന വാക്യങ്ങളാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്യും. ശരിക്കും ആ വാക്യങ്ങളിലെ ക്രിയാപദം എന്ന് പറയുന്നത് മേക്ക് ഡിസൈപ്പിൾസ്. അതാണ് വാസ്തവത്തിൽ കമാൻഡ്മെന്റ്. പ്രസംഗം കേട്ട് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുന്നു. സ്നാനം കൊണ്ട് തീരുകയല്ല, യേശു കൽപ്പിച്ചത് മുഴുവനും ഈ പുതിയ കൺവേർട്ടിനെ പഠിപ്പിച്ച്, അത് കേവലം കുറെ നോട്ട് എഴുതിയെടുക്കാൻ വേണ്ടി മാത്രമല്ല, ഇത് അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി യേശുവിന്റെ അനുയായികളായി തീരണം, യേശുവിന്റെ ശിഷ്യന്മാരായി തീരണം. ഇതാണ് വാസ്തവത്തിൽ ഗ്രേറ്റ് കമ്മീഷൻ. ഗ്രേറ്റ് കമ്മീഷന്റെ വിഷയം നമ്മൾ ഗൗരവമായി പഠിച്ചാല് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ചർച്ച് എന്ന് പറയുന്നത് ഡിസൈപ്പിൾഷിപ്പിനെ ട്രെയിൻ ചെയ്യുന്ന ഇടമാണ്. The goal of the church is to make disciples. Very clear. What is the goal of the disciple? To become like Jesus. അതാണ് വാസ്തവത്തിൽ ഡിസൈപ്പിൾ എന്ന വാക്ക്. ലേണർ, സ്റ്റുഡന്റ്, മത്തിറ്റസ് എന്ന വാക്കിന്റെ അർത്ഥം or follower of Jesus, one who imitates Jesus lifestyle. യേശു ഈ ലോകത്തിൽ പറഞ്ഞതും യേശു അവിടുത്തെ ജീവിത ശൈലിയായി കർത്താവ് ജീവിച്ച പാറ്റേണും തിരുവഴുത്തിൽ നിന്ന് ഗ്രഹിച്ച് അനുദിന ജീവിതത്തിൽ അതുപോലെ ജീവിക്കുക, അതനുസരിച്ച് ജീവിക്കുക, അതാണ് ശിഷ്യൻ. അതിനു വേണ്ടിയാണ് സുവിശേഷത്താൽ നമ്മളെ എല്ലാം വിളിച്ചിരിക്കുന്നത്. ശിഷ്യനും ഗുരുവും തമ്മിലൊരു അഭേദ്യ ബന്ധമുണ്ട്. ഓൾവേസ് ലേണിംഗ് ഫ്രം ദ ലോർഡ്. ഇൻഫാക്ട് നമ്മൾ ഈ തിരുവെഴുത്തുകളെല്ലാം വായിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനം, ഈ വായിക്കുന്ന തിരുവെഴുത്തിലൂടെ ജീസസിനെ നമുക്ക് കാണിച്ചു തരിക, എന്നിട്ട് അതുപോലെ ജീവിക്കാനുള്ള ആത്മാവിന്റെ ശക്തി നമ്മളിൽ തരികയാണ്. നമ്മളെ കൊണ്ട് ജീവിക്കാനൊക്കത്തില്ല. സാധാരണ നമുക്ക് നമ്മുടെ ബലത്തിൽ അങ്ങനെ ഒരു ലൈഫ് ഒക്കത്തില്ല. അതൊരു സൂപ്പർ നാച്ചുറൽ ലൈഫാണ്. അതിനാണ് ഹോളി സ്പിരിറ്റിനെ നമുക്ക് തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടിയത് പോലും ആളുകൾ ഇന്ന് മറ്റൊരു നിലയിലാണ് ചിന്തിക്കുന്നത്. പാട്ട് പാടാനാണെന്ന് ചിലർ ചിന്തിക്കുന്നു. പാട്ട് പാടാൻ നല്ലതാണ്, ആത്മാവിന്റെ കൃപയോടുകൂടി പാടാം. എന്നാൽ ദ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫിലേക്കാണ്. അത് നമ്മുടെ സ്വാഭാവികമായ നമ്മുടെ തന്നെ എബിലിറ്റി കൊണ്ട് ഇമ്പോസിബിൾ ആണ്.
അങ്ങനെ ശ്രമിക്കുന്നത് തന്നെ അത് നമുക്ക് സാധിക്കത്തില്ല. വി വിൽ ഫെയിൽ. അതിനാണ് സ്പിരിറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റിനെ നമ്മുടെ അകത്ത് തന്നിരിക്കുകയാണ്. ത്രൂ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വി ലിവ് എ ലൈഫ് പ്ലീസിങ് ടു ദ ഫാദർ. അപ്പൊ ഇതാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം ടീച്ച് ചെയ്യണം, ഉപദേശിക്കണം. മർക്കോസ് 16:15 പറയുന്നത്, ഗോ ഇൻ ടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ. ഗോസ്പൽ പ്രസംഗിക്കപ്പെടും, അത് വിശ്വസിച്ച് ആളുകൾ രക്ഷാനിർണയം പ്രാപിച്ച് സ്നാനപ്പെട്ട് ദൈവസഭയിൽ വരുമ്പോൾ അടുത്ത ഇനി എന്താണ്? അടുത്തത് നന്നായി ദൈവവചനം പഠിപ്പിക്കുക. അവരുടെ ഹൃദയത്തിൽ അത് പതിഞ്ഞ് ആത്മശക്തിയോടെ അതനുസരിച്ച് അവർ ജീവിക്കണം. യേശുവിനെ പോലെയാകുക, ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുദിനം അനുരൂപമാക്കുക. അതിനു വേണ്ടിയാണ് സുവിശേഷത്താൽ നമ്മെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ ചേർക്കാനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രണ്ടാമതും വരുന്നത്. അപ്പൊ നമ്മള് ശിഷ്യരും യേശുവായിട്ടുള്ള ബന്ധം കണ്ടു. പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിച്ചറിയും. ദേ ആർ അണ്ടർ ട്രെയിനിങ്. നിങ്ങള് മർക്കോസ് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് മാർക്കിൽ മാത്രം കാണുന്ന ഒരു ഭാഗമാണ്. അതിന്റെ 13 മുതൽ ഉള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാല് അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഈ ശിഷ്യന്മാരെ കർത്താവ് വിളിക്കുന്നതായിട്ടാണ്. അവരെ വിളിച്ച്, അത് ലൂക്കോസ് 6:12 ചേർത്ത് നമ്മൾ പഠിച്ചാല് ഒരു രാത്രി മുഴുവനും കർത്താവ് പ്രാർത്ഥിച്ച ശേഷം പിതാവിന്റെ ഹിതമനുസരിച്ച് ഈ 12 ശിഷ്യന്മാരെ വിളിക്കുകയാണ്. എന്തിനാണ് അവരെ വിളിക്കുന്നത്? നമ്മളെ ഓരോരുത്തരും ഇതിന് വിളിക്കുകയാണ്. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവിടെ അങ്ങ് സ്ട്രൈറ്റ് ആയിട്ട് പറയാണ്. ലൂക്കൂടെ നമ്മൾ ചേർത്ത് പഠിച്ചാൽ കർത്താവ് ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ച ശേഷമാണ് ഈ 12 വിളിക്കുന്നത്. കർത്താവിന്റെ കൂടെ വേറെ ശിഷ്യന്മാരും ഉണ്ട്. അതിനകത്ത് നിന്ന് 12 പേരെ സിലക്ട് ചെയ്യുകയാണ്. അങ്ങനെ 12 പേരെ സിലക്ട് ചെയ്യുന്നത് ഭാവി ശുശ്രൂഷകൾക്ക് അവരെ ട്രെയിൻ ചെയ്ത് കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആത്മാവിനെ പ്രാപിച്ച് അവര് കിങ്ഡം ഓഫ് ഗോഡിന്റെ ദൂതുമായിട്ട് കടന്നു പോകണം. വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഇവരെ തെരഞ്ഞെടുക്കുന്നത്. മർക്കോസ് 1-ൽ നമ്മൾ കാണുന്ന 1-ാം അധ്യായത്തിൽ തന്നെ ഇവരിൽ ചിലരെയൊക്കെ കർത്താവ് വിളിക്കുന്നുണ്ട്. പക്ഷെ ഈ വിളിച്ചവരെ ചേർത്ത് കർത്താവ് കുറച്ച് ആളുകളെ തെരഞ്ഞെടുക്കുന്നുണ്ട്. 12-നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ച് അവർ അവന്റെ അരികെ വന്നു. 14-ാം വാക്യം, അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 നിയമിച്ചു. 3 കാര്യങ്ങൾ നോക്കിയ അവിടെ. 1, തന്നോടുകൂടെ ഇരിപ്പാൻ. 2, പ്രസംഗിക്കേണ്ടതിന് അയപ്പാൻ. 3, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. അപ്പൊ ഇതിന്റെ എല്ലാം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് the disciples are called to spend time with Jesus Christ. അങ്ങനെ ഇരിക്കുന്നവരെയാണ് to send them to preach and to cast out, deliver people, cast out demons. അപ്പം നിങ്ങൾക്ക് ചുരുങ്ങിയ വാക്കുകളില് ഈ ജീസസിന്റെ ആ സെലക്ഷനും ജീസസ് നമ്മളെ എല്ലാവരെയും ഡിസൈപ്പിൾഷിപ്പിലേക്കാണ് വിളിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഈ വേർപെട്ട സമൂഹത്തിൽ പോലും അതിന് അധികം എംഫസിസുകൾ കൊടുക്കാത്തത് കൊണ്ട് ചില ആളുകൾ ചിന്തിക്കുന്നത് ഈ ശിഷ്യന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഏതോ വലിയ ഹൈ കാറ്റഗറി ആളുകൾ. എന്റെ പൊന്നെ, നിങ്ങളൊക്കെ ശിഷ്യന്മാരും ഒക്കെ, നമ്മളൊക്കെ സാധുക്കള്, നമ്മളൊക്കെ ജീവിച്ച് സാധാ വിശ്വാസികളാവരുത്. അങ്ങനെ ഒരു സംഭവം ഇല്ല.
സാധാ വിശ്വാസി ഒന്ന്, ശിഷ്യം വേറൊന്ന്, അങ്ങനെയില്ല. ജീസസ് എല്ലാരും വിളിക്കുന്നത് ടു ബി ഹിസ് ഫോളോവേഴ്സ്. പ്രത്യേകിച്ച് പലയിടങ്ങളിൽ ഒരു വാക്ക്, എന്നെ അനുഗമിക്കുക, ഫോളോ മീ എന്ന വാക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ വാക്കിന്റെ അർത്ഥം ഫോളോ മീ കണ്ടിന്യൂവലി. കർത്താവിന്റെ ആ ലൈഫ് സ്റ്റൈൽ എക്സാക്ട്ലി ആ പാറ്റേൺ കോപ്പി ചെയ്ത് എവ്രി ഡേ അവിടുത്തെ സിസ്റ്റം അനുസരിച്ച്, നോട്ട് ഓൺലി ഓൺ ഫ്രൈഡേസ്. ഇവിടുത്തെ ഇതനുസരിച്ച് ചിലർക്ക് സൺഡേയിൽ മാത്രം ഇഷ്ടമാണ്. ഓക്കെ, സഭായോഗത്തിനൊക്കെ വന്ന് സന്തോഷമായിട്ടൊക്കെ പോകും. അങ്ങനെയല്ല. വ്യത്യസ്ത ഇടങ്ങളിൽ ജീസസ് എങ്ങനെ ബിഹേവ് ചെയ്യും, സമൂഹത്തിൽ ജീസസ് ഇന്നായിരുന്നെങ്കിൽ എങ്ങനെയാണ് ജീസസ് ഓരോ കാര്യത്തിന് റിയാക്ട് ചെയ്യുന്നത്, ജീസസിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ആ സെയിം ആറ്റിറ്റ്യൂഡാണ് ഇന്ന് ചർച്ച് സമൂഹത്തെ കാണിക്കേണ്ടത്. ചർച്ച് എന്ന് പറയുന്നത് കർത്താവിന്റെ ആത്മിക ശരീരമാണ്. കർത്താവിന്റെ ഐഹിക ശുശ്രൂഷ സമയത്ത് അക്ഷരികമായ ശരീരത്തിലായിരുന്നു കർത്താവ്. ഇന്ന് കർത്താവിന്റെ ആത്മിക ശരീരമാകുന്ന സഭയിലൂടെയാണ് ജീസസ് ലോകത്തോട് ജീസസിന്റെ സ്വഭാവത്തെ കാണിക്കുന്നത്. ജീസസിന്റെ കമ്പാഷൻ, ജീസസിന്റെ സ്നേഹം, ഇതെല്ലാം ലോകം എങ്ങനെയാ, അവിശ്വാസി എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? ജീസസ് അകത്ത് വന്ന നമ്മളിലൂടെയാണ് ഇത് കാണേണ്ടത്. വി ആർ ഹിസ് ഡിസൈപ്പിൾസ്. വി ഇമിറ്റേറ്റ് ജീസസ് ക്രൈസ്റ്റ്. എവറിത്തിങ് ദാറ്റ് ഈസ് അൺക്രൈസ്റ്റ് ലൈക്ക് ഈസ് സിൻ. ക്രിസ്തു സ്വഭാവത്തിന് നിരക്കാത്ത മുഴുവനും പാപമാണ്. അതിനുവേണ്ടി ഈ ജീസസിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ വിളിച്ചിരിക്കുക. അപ്പൊ ജീസസ് ഇവരെ 12 പേരെ വിളിക്കുന്നത് ടു ബി വിത്ത് ഹിം. എന്നിട്ട് അതിനൊരു പർപ്പസ് ഉണ്ട്. എന്താ പർപ്പസ്? അയക്കാൻ, പ്രസംഗിക്കാനും ആളുകളെ ഡെലിവർ ചെയ്യാൻ. ഇപ്പൊ മർക്കോസില് ധാരാളം ഇടങ്ങളിൽ ജീസസ് ഭൂതങ്ങളെ പുറത്താക്കുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ വായിച്ച കുറിവാക്യങ്ങളും 9-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു സംഭവമാണ്. 1-ാം അധ്യായത്തിൽ തന്നെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ജീസസ് കഫർനഹൂമിലെ ഒരു സിനഗോഗിൽ ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യനെ വിടുവിക്കുന്നതായിട്ടാണ് കാണുന്നത്. നമുക്ക് വലിയ അത്ഭുതം തോന്നും. സിനഗോഗിൽ ഭൂതം ബാധിച്ച ഒരാളുണ്ടോ? യഹൂദന്മാരുടെ പള്ളിയാണല്ലോ സിനഗോഗ്, അവിടെ ഉണ്ടോ? പതിവുപോലെ യോഗത്തിന് വന്നതാണ്. പക്ഷെ ജീസസ് കയറി ചെല്ലുമ്പോൾ ഭൂതം ഇളകുകയാണ്. എന്നിട്ട് ജീസസ് അവനെ വിടുവിക്കുകയാണ്. അപ്പൊ അത് രാവിലെ നടന്നൊരു ശുശ്രൂഷയാണ്. സാധാരണ 12 മണിയോടുകൂടി ഉച്ചയ്ക്ക് സിനഗോഗ് സർവീസുകൾ കഴിയും. അതിനുശേഷം ജീസസ് പത്രോസിന്റെ ഭവനത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ പത്രോസിന്റെ അമ്മായിയമ്മയുടെ പനി സൗഖ്യമാക്കുന്നു. അതിനുശേഷം ലേറ്റ് ഈവനിങ് ആകുമ്പോഴത്തേക്ക് അതിന്റെ 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസിന്റെ വീടിന്റെ പരിസരത്തിൽ ഇഷ്ടം പോലെ ആളുകളും കൂടി. രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങളെ കർത്താവ് കാസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ഇതാണ് മർക്കോസ് 1:32 മുതൽ 34 വരെയുള്ള വാക്യം. ഇതുപോലെ തന്നെ 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലും, പ്രത്യേകിച്ച് മർക്കോസ് ഞാൻ നോട്ട് ചെയ്തത്, എന്റെ പഠനത്തിൽ മനസ്സിലായത്, പലയിടത്തും അശുദ്ധാത്മാവ് ഇംപ്യൂർ സ്പിരിറ്റ് എന്നുള്ളതാണ് പലപ്പോഴും മാർക്ക് എഴുതുന്നത്. അത് സന്ദർഭവശാൽ ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. മർക്കോസ് 3:11 ഈ അശുദ്ധാത്മാക്കൾ കർത്താവിനെ കാണുമ്പോൾ അവര് നിലത്ത് വീഴുകയും കർത്താവിന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് അവർ അക്നോളജ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഞാനത് വായിച്ചപ്പോൾ ഓർത്തു, ആ കാലഘട്ടത്തിലെ ഈ വലിയ കൂടിയ മതപണ്ഡിതാക്കളാകുന്ന ഈ ഫരീസയരും ശാസ്ത്രിമാരും ഈ പുരോഹിതന്മാരും ഒന്നും ജീസസ് ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ല. പക്ഷേ ഭൂതം പലപ്പോഴും ജീസസിനെ കാണുമ്പോൾ അത്യുച്ചത്തില് നിലത്തു വീണുകൊണ്ട് ജീസസിന്റെ ഐഡന്റിറ്റി അക്നോളജ് ചെയ്യുമായിരുന്നു. മർക്കോസ് 5:1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും അത് നമുക്ക് അറിയാവുന്ന ഒരു വേദഭാഗമാണ്. ലഗിയോൻ
ആയിരക്കണക്കിന് ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ, കല്ലറകളിൽ വസ്ത്രം പോലും ധരിക്കാതെ, ആർക്കും അവനെ വിടുവിക്കാൻ കഴിയാതെ, ചങ്ങലകളാൽ ബന്ധിച്ചാൽ ചങ്ങലകളെ പൊട്ടിക്കുന്ന ഒരു മനുഷ്യനെ യേശു വിടുവിക്കുന്നു. ഇൻഫാക്ട് നമ്മൾ ആ വേദഭാഗം വായിച്ച 4-ാം അധ്യായത്തിന്റെ അവസാനം 5-ാം അധ്യായത്തിന്റെ ആ 15 കഴിഞ്ഞ് അവനെ ഒരു കാര്യത്തിൽ കമ്മീഷൻ ചെയ്യുന്ന, സുവിശേഷകനായിട്ട് കമ്മീഷനൊക്കെ ചെയ്തു കഴിഞ്ഞു കർത്താവ് മടങ്ങിപ്പോവുകയാണ്. അപ്പൊ അവന് വേണ്ടി മാത്രം കർത്താവ് വന്ന് അവനെ വിടുവിക്കുന്നതായിട്ടാണ് ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ 7-ാം അധ്യായത്തിന്റെ 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ജാതീയ കനാന്യ സ്ത്രീയുടെ മകൾക്ക് ഭൂതോപദ്രവം, ആ കാര്യവും കർത്താവ് വിടുവിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അത് വളരെ ദൂരത്തിലായിരുന്ന ആ മകളെ കർത്താവ് ആ അമ്മ വന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ വിടുവിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ മാർക്ക് ഈ ഒരു കാര്യം എംഫസിസ് കൊടുക്കുന്നുണ്ട്. കാരണം മാർക്കിന്റെ വളരെ ഒരു സ്മോൾ ഗോസ്പലാണ്, 16 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനകത്തും മാർക്ക് സ്പേസ് കണ്ടെത്തുന്നുണ്ട് ഇങ്ങനെ ജീസസിന്റെ ഈ മിനിസ്ട്രി ഒന്ന് ഹൈലൈറ്റ് ചെയ്യുവാൻ തക്കവണ്ണം മാർക്ക് ഉത്സാഹിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് വാസ്തവത്തിൽ നമ്മൾ 9-ാം അധ്യായത്തിലും അവിടെ കർത്താവില്ലാഞ്ഞ ആ ഘട്ടത്തിൽ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്ന ഒരു കേസ് അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാതെ വന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ ദൂതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഞാൻ പങ്കുവെക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഈ മർക്കോസ് 3:13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരുപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 നിയമിച്ചു. അപ്പൊ ജീസസ് പ്രാർത്ഥിച്ച് 12 പേരെ നിയമിച്ചു. ഇതിന് ശേഷം 6-ലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, അനന്തരം അവൻ 12 അടുക്ക വിളിച്ചു, അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി, അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അപ്പൊ ഈ 12 ഡിസൈപ്പിൾസിനും അതോറിറ്റി കൊടുത്തു കഴിഞ്ഞു. ഇതിന്റെ പാരലൽ പാസേജുകള് മാത്യു 10 അതിന്റെ 1-ാം വാക്യം 9 മുതൽ 14-ാം വാക്യം വരെ, അതുപോലെ ലൂക്കോസ് 9:1, 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ മറ്റൊരു പ്രയോഗം കൂടെ ഉണ്ട്. ലൂക്കോസ് 9 നിങ്ങൾ ഒന്ന് എടുക്കാമെങ്കിൽ ഞാൻ അത് മലയാളത്തിൽ തന്നെ അത് വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ 12 അടുക്കൽ വിളിച്ചു സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. നമ്മൾ നേരത്തെ വായിച്ചവിടെ അനന്തരം അവൻ 12 അടുക്കൽ വിളിച്ചു, അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി, അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തതേ ഉള്ളൂ. Power and authority was delegated to the 12 disciples. അപ്പം 12 സെലക്ട് ചെയ്തു. വേറെ അനേക ശിഷ്യന്മാർ കർത്താവിൻ്റെ കൂടെ പോകുന്നുണ്ട്. ശിഷ്യത്വത്തിലേക്കാണ് എല്ലാവരെയും കർത്താവ് വിളിക്കുന്നത്. ആ അനേകര് പോകുന്നതിൽ നിന്ന് 12 കർത്താവ് സെലക്ട് ചെയ്തു. കർത്താവിന്റെ ക്രൂശ് മരണം വരെയുള്ള സമയം, ഈവൻ അതിന് ശേഷവും സ്വർഗാരോഹണം വരെയുള്ള സമയം കർത്താവ് അവരിലേക്ക് പോർ ഔട്ട് ചെയ്യുകയാണ്, വ്യക്തിപരമായി പഠിപ്പിക്കുന്നു. നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ അനേക പ്രൈവറ്റ് ആയിട്ടുള്ള സമയങ്ങൾ അവർക്ക് ചോദിക്കാം, ചോദിച്ച് മനസ്സിലാക്കാം, കൂടെ കൊണ്ട നടക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് ഡെമോൺസ്ട്രേറ്റ് ആകുന്നു. ഇപ്പോൾ സമയം വന്നിരിക്കുന്നു, അവർക്കും അധികാരവും ശക്തിയും കൊടുത്ത് അവരെ മിനിസ്ട്രിക്ക് അയക്കുകയും കൂടെ ചെയ്യുന്നു. ഈരണ്ടായി. എന്നിട്ട് മർക്കോസ് 6:12 വരുമ്പോൾ, 6:7 നമ്മൾ വായിച്ചല്ലോ, 12 അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. അപ്പം
ഈ കൊടുത്ത അധികാരവും പവറും വളരെ സക്സസ്ഫുൾ ആയി അവര് എക്സർസൈസ് ചെയ്തു. മാനസാന്തരത്തിന്റെ ദൂതാണ് അവര് പ്രസംഗിച്ചത്. രോഗികളെ സൗഖ്യമാക്കി, എണ്ണ തേച്ച് അവരെ സൗഖ്യമാക്കി. ഭൂതങ്ങളെ അവർ കാസ്റ്റ് ഔട്ട് ചെയ്തു. ഭയങ്കര എക്സൈറ്റ്മെന്റ്. ജീസസ് ചെയ്ത ആ പാറ്റേണിലേക്ക് അവരും ട്രെയിൻഡ് ആകുക. ജീസസ് അവർക്ക് പവർ ആൻഡ് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാവും. ഇപ്പൊ ജോൺ 7:37 പറയുന്നത് അന്ന് വരെ ആത്മാവിനെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവർക്ക് എങ്ങനെയാണ് ഈ പവർ കിട്ടിയത്? അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പെന്തക്കോസ്ത് ദിവസത്തിലെ അനുഭവത്തിന് ശേഷമാണ് ദൈവസഭയ്ക്ക് ആ പ്രോമിസ്ഡ് ഹോളി സ്പിരിറ്റിനെ കൊടുക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് കർത്താവിന്റെ കൂടെ നടക്കുന്നവർ എന്ന നിലയിൽ കർത്താവ് അവർക്ക് ജീസസിന്റെ ശുശ്രൂഷയുടെ ഒരു എക്സ്റ്റൻഷനായി അതോറിറ്റി ആൻഡ് പവർ അവർക്ക് ഡെലിഗേറ്റ് ചെയ്തിരിക്കുക. ആ നിലയിലാണ് നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിൽ ആക്കേണ്ടത്. അവരുടെ ശുശ്രൂഷ വളരെ ഹൈലി സക്സസ്ഫുൾ ആയിരുന്നു. അവര് വളരെ എക്സൈറ്റഡ് ആയി കാണും. കാരണം നേരത്തെ അവര് ജീസസ് പറയുന്നു, പ്രവർത്തിക്കുന്നു കാണുകയാണ്. ദൈവരാജ്യത്തിന്റെ ശക്തി ദൃശ്യമേഖലയിൽ അവര് കാണുകയാണ്. മുക്കവന്മാരാണ് അവരിൽ മിക്കവരും. അധികം വിദ്യാഭ്യാസമുള്ളവരില്ല. ഒരുപക്ഷെ മത്തായി അങ്ങനെയൊക്കെയുള്ള ചുരുക്കം ആളുകൾക്കുള്ളൂ. ബാക്കി അധികം പേർക്കും they are uneducated. പക്ഷെ they were exercising power and authority. അതും കേവലം മനുഷ്യർക്ക് കണ്ണിൽ കാണാത്ത ഒരു അദൃശ്യ ലോകവുമായിട്ട് അവർ വാറിലാണ്. they were casting out demons. കർത്താവിന്റെ വാക്കുകൾ ഞാൻ ഇവിടെ പറഞ്ഞാല്, ഡീമൺസിനെ കാസ്റ്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് ദൈവരാജ്യം ദൃശ്യമാകുന്ന മേഖലയിൽ വെളിപ്പെടുന്നത്. If I cast out demons, then the kingdom of God has come. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ മനുഷ്യർക്ക് കാണത്തക്ക നിലയിൽ വരുന്നത് ഈ ഒരു ഏറ്റുമുട്ടലിൽ ദൈവരാജ്യത്തിൽ ആത്മശക്തിയോടെ ശിഷ്യന്മാർ and they cast out demons. When Jesus was casting out demons, even Jesus ഡീമൺസിനെ കാസ്റ്റ് ഔട്ട് ചെയ്തത് ഹോളി സ്പിരിറ്റിന്റെ പവറിനാലാണ്. അതാണ് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. ഇൻ ഹിസ് ഹ്യൂമാനിറ്റി നമുക്കറിയാം, ജീസസ് 100% ഗോഡ്, 100% ഹ്യൂമൻ. അവിടുത്തെ ശുശ്രൂഷ കർത്താവിന്റെ ഹ്യൂമാനിറ്റിയിൽ ആത്മാവിന്റെ ശക്തിയോടെ അവിടുന്ന് ചെയ്തു. നമുക്ക് അത് ഒരു മാതൃകയാണ്. അപ്പൊ ഈ വിഷയത്തിൽ മർക്കോസ് 9:14 മുതൽ 16 വരെ വരുമ്പോൾ പവർ ഫെയിലിയർ, സംഗതി നടക്കുന്നില്ല. അവിടെയാണ് അവര് വന്ന് വീട്ടിൽ അവര് ചോദിക്കുന്നത്, ഇതെന്താ പിന്നെ ഞങ്ങളെ കൊണ്ട് സാധിക്കാഞ്ഞത്? കാരണം കർത്താവ് സെലക്ട് ചെയ്തവരെ അയച്ചു, അധികാരവും ശക്തിയും ഡെലിഗേറ്റ് ചെയ്തു. പക്ഷെ ഈ പ്രത്യേക സാഹചര്യത്തിൽ they were powerless to handle the problem. അതാണ് നമ്മൾ ഒന്ന് നോക്കുന്നത്. Why the power failure? നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴേ ഇന്നുള്ള ദൈവസഭകളും ഈ കാര്യങ്ങൾ തിരിച്ചറിയണം. Why the power failure? ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ഞാൻ ഈ ലോക്ക്ഡൌണില് പല ആവർത്തി മർക്കോസിന്റെ സുവിശേഷം വായിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കുറിച്ചൊക്കെ വെക്കുകയും ചെയ്യും.
ഈ വേദഭാഗം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാരണം ഇവർ പവർഫുൾ ആണ്. ഇവർ അധികാരവും ശക്തിയും കർത്താവ് ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവർക്ക് ഈ കേസ് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. ഇൻഫാക്ട് ആ വേദഭാഗം വായിക്കുമ്പോൾ അവർ ശ്രമിച്ചു എന്നുള്ളത് വ്യക്തമാണ്. അവർ ശ്രമിച്ചു എന്നുള്ളത് വ്യക്തമാണ്. 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ് മറൂബ മലയിൽ നിന്ന് കർത്താവും പത്രോസും യോഹന്നാനും യാക്കോബും കൂടെ ഇറങ്ങി വന്ന് കഴിയുമ്പോഴാണ് അവിടെ ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. ഒരു പുരുഷാരമുണ്ട്, ശാസ്ത്രിമാരായ ആളുകൾ ഒരു തർക്കത്തിലാണ് ഇവരുമായിട്ട്. അങ്ങനെ ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് കർത്താവ് പറയുന്നത്, അവൻ അവരോട് നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ശിഷ്യന്മാരും ടീച്ചേഴ്സ് ഓഫ് ദ ലോ, ശാസ്ത്രിമാരുമായിട്ടൊരു തർക്കമാണ്. ശാസ്ത്രിമാര് നോക്കിയിരിക്കുകയല്ലേ, കണ്ടോ, വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞേച്ച് ഈ പറയുന്ന പോലെ അവരുടെ അടുക്കൽ ഒരു വിഷയം വന്നപ്പോ കൈകാര്യം ചെയ്യാൻ ഒത്തില്ലല്ലോ. Where are your claims? You are claiming so big things. ശാസ്ത്രിമാരും പരീസേരും ഇങ്ങനെയൊക്കെയുള്ള തക്കം നോക്കി നിൽക്കുകയാണ്. അവര് വാസ്തവത്തിൽ ഈ ഒരു രംഗത്തിന്റെ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് അവരുമായിട്ട് തർക്കിക്കുകയാണ്. കാരണം അവർ പവർലെസ് ആയി നിൽക്കുകയാണ്. അവിടേക്കാണ് യേശു ഇറങ്ങി വന്നിട്ട് ആ കാര്യം ഏറ്റെടുക്കുന്നത്. ഈ മർക്കോസിൽ നിന്നുകൊണ്ട് ഞാൻ വേറൊരു കാര്യം പറയാം. ഈ മർക്കോസ് 5-ാം അധ്യായത്തിൽ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഈ ലെഗിയോൻ ബാധിച്ച, ആയിരക്കണക്കിന് ഭൂതങ്ങൾ ബാധിച്ച ഈ മനുഷ്യൻ, അത് ലോകക്കാർ കൈവിട്ട കേസാണ്. കാരണം ഇവൻ സിമത്തേരിയിലാണ് കിടക്കുന്നത്, തന്നെത്താൻ മുറിവ് ഏൽപ്പിക്കുന്നു, ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ ചങ്ങല പൊട്ടിച്ചു കളയുന്നു. അങ്ങനെ ഒരു വ്യക്തി. ഈ ആള് കർത്താവ് ഡെലിവറി ചെയ്തു. ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് ഇദ്ദേഹം വസ്ത്രമൊക്കെ കൊടുത്തു, സുബോധം ഉള്ളവനായിരിക്കുന്നു. അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ടായി. കുറെ പന്നികളൊക്കെ നഷ്ടമായതുകൊണ്ട് ആളുകൾക്ക് കർത്താവ് മടങ്ങിപ്പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ റൈസ് ചെയ്യുന്നു. ഈ വിടുതൽ പ്രാപിച്ച ആള് കർത്താവിന്റെ കൂടെ പോകാൻ ആഗ്രഹിച്ചു. പക്ഷെ കർത്താവ് അവനെ മടക്കി അയക്കുക. ദെക്കപ്പൊലി ദേശമെല്ലാം ചെന്ന് അവനൊരു സുവിശേഷകനായി മാറുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും ഇങ്ങനെ ശക്തമായ ശുശ്രൂഷകൾ ചെയ്യേണ്ടവർ ബന്ധിക്കപ്പെട്ട് ഇന്നും കിടപ്പില്ലേ? ദൈവരാജ്യത്തിന് വേണ്ടിയും ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി ശോഭിക്കേണ്ട പലരും കെട്ടപ്പെട്ടവരായി ആർക്കും സഹായിക്കാൻ കഴിയാതെ ഇന്നും അങ്ങനെയുള്ളവർ ഇല്ലേ? ദൈവസഭയ്ക്ക് പലപ്പോഴും മിനിസ്റ്റർ ചെയ്യാനുള്ള പവർ ഇല്ല. നമ്മൾ ഡിസൈപ്പിൾസ് ആണ് നമ്മുടെ വിളി. ഡിസൈപ്പിൾ എന്ന നിലയിൽ we are called to follow Christ. അപ്പൊ ശരിയാണ്, we are called to follow the character of Christ. യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. കാരണം നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ ശുശ്രൂഷകൾ പലരും ചെയ്തവർ വചന അടിസ്ഥാനത്തിലുള്ള ഫലമില്ലാഞ്ഞത് കൊണ്ട്, സ്വഭാവമില്ലാഞ്ഞത് കൊണ്ട് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുന്ന യേശു പറഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്നതാണ് പ്രൈമറി. അപ്പോൾ തന്നെ പുതിയ നിയമ ശുശ്രൂഷയുടെ ഭാഗമായി യേശു നമ്മളെ കാണിക്കുന്നത് ദിസ് ഇസ് ദ വേ ടു മിനിസ്റ്റർ. അവിടുത്തെ ശുശ്രൂഷയിൽ നമ്മൾ ഇത് കാണുന്നു.
അവിടുന്ന് തിരഞ്ഞെടുത്ത ശിഷ്യന്മാർക്കും ഈ ഒരു കമ്മീഷനാണ് കൊടുക്കുന്നത്. നമ്മളത് ഏറ്റെടുക്കാഞ്ഞിട്ടാണോ? രോഗികളുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിക്കാൻ ചിലർക്ക് പേടിയ. എന്നോട് എനിക്ക് ഒരാൾ ചോദിച്ചു, നിയോഗമുണ്ടോ പ്രാർത്ഥിക്കാൻ? ഞാൻ പറഞ്ഞു, രോഗി ഉണ്ടെങ്കിൽ നിയോഗമാണ്. സൗഖ്യമാക്കുന്നത് നമ്മളല്ല. ആത്മാവിന്റെ നടത്തിപ്പിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വചനമായതുകൊണ്ട് കരം വെക്കും. എന്തുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിച്ചുകൂടാ? നമ്മൾ അതല്ലേ പ്രതീക്ഷിക്കേണ്ടത്? അതോ നമ്മൾ ഇനി ഏതാണ്ട് ചെയ്യുമെന്നാണോ നമ്മൾ ധരിക്കുന്നത്? നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് ആ ലൈഫ് ജീവിക്കാനും ഒക്കത്തില്ല. ഒരു ന്യൂ ടെസ്റ്റമെന്റ് മിനിസ്ട്രി നമ്മളെ കൊണ്ട് കഴിയില്ല. ഇറ്റ് ഈസ് ഓൾ ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ജീസസ് ആണ് നമ്മളെ എംപവർ ചെയ്യുന്നത് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ലൈഫ് ജീവിക്കണമെങ്കിൽ അങ്ങനെയാണ്, മിനിസ്ട്രി അങ്ങനെയാണ്. നമ്മുടെ ഈ ഒരു ധ്യാനത്തിൽ നമുക്കിന്ന് ചിന്തിക്കുകയും, കർത്താവെ അങ്ങനെയാണ് എങ്കിൽ ഞങ്ങളത് ആഗ്രഹിക്കുന്നു, ഞങ്ങൾ തൃക്കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കാരണം അനേക ആളുകളെ വിടുവിക്കേണ്ടത് ദൈവസഭയാണ്. ആത്മനിറവിൻ ജീവിതം നയിക്കുന്ന, ആത്മശക്തിയോടെ ശുശ്രൂഷിക്കുന്ന, കർത്താവിന്റെ സ്ഥാനാപതികളായിരിക്കുന്ന ഡിസൈപ്പിൾസ് ആണ്. കഴിഞ്ഞ നാളുകൾ നമുക്ക് അതിന്റെ വീഴ്ചകൾ വന്നു, നമ്മൾ ശ്രദ്ധിച്ചില്ല ആ ഭാഗം. നമുക്ക് ദൈവസന്നിധിയിൽ അത് ഏറ്റു പറയാം. ഇപ്പോൾ ഞാന് ഈ മർക്കോസ് 5 ഈ ഭൂതഗ്രസ്തന്റെ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. 16 അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ, മാർക്ക് 16 വരുമ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 9 മുതൽ ഉള്ള വാക്യങ്ങളിൽ അവിടെ നോക്കിയ ഒരു കാര്യം കാണാം. അവൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. അവൾ ചെന്ന് അവനോട് കൂടെ ഇരുന്നവരായി ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരുന്നവരോട് അറിയിച്ചു. ഒരു വലിയ മിനിസ്ട്രി ചെയ്യാനായി നിയോഗിതയായിരിക്കുന്നത്, ഇവക്കൊരു ചരിത്രമുണ്ട്. 7 ഭൂതങ്ങൾ ഉണ്ടായിരുന്ന ഒരു സഹോദരിയാണ്. ഡിമോണിക് ഇൻഫ്ലുവൻസുകൾ ഉണ്ട്, ഡിമോണിക് പൊസഷൻസ് ഉണ്ട്. ഈ ആയിരക്കണക്കിന് ഭൂതം പൊസസ് ചെയ്ത, ഈസ് എ മെന്റലി ഓഫായി, ഭ്രാന്ത് പിടിച്ച ഒരാളാണ്. ഈ സഹോദരിയുടെ അകത്ത് 7 ഭൂതങ്ങൾ, അത് കർത്താവ് ഡെലിവർ ചെയ്തു. ആ സഹോദരിക്കാണ് കർത്താവ് ആദ്യം ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷമാകുന്നതും. ആ സഹോദരിയാണ് ചെന്ന് ഡിസൈപ്പിൾസിനോട് പറയുന്നത്, വാട്ട് എ പ്രിവിലേജ് ടു സ്പീക്ക് ഓഫ് ദ റിസറക്ഷൻ. ആദ്യമായി അവർക്കൊരു പാസ്റ്റ് ഉണ്ട്. ഷി വാസ് ഡെലിവേർഡ്, നൗ ഷീ ഈസ് ക്യാരിങ് ദ ഗുഡ് ന്യൂസ്. അതാണ് എന്റെ പോയിന്റ്. അങ്ങനെ ഗുഡ് ന്യൂസുമായി പോയി ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടേണ്ട ധാരാളം ആളുകൾ ബോണ്ടേജിലല്ലേ. ഇനി എന്റെ കേൾവിക്കാരായ നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇപ്പൊ എല്ലാരും മെന്റൽ കേസ് ആകുമെന്നൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. ഡീമൺസ് ആൻഡ് ദി ഈവിൾ സ്പിരിറ്റ്സ് ഡിഫറെന്റ് വേസിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. ദൈവത്തിന്റെ പർപ്പസുകളിൽ നിന്ന്, ദൈവത്തിന്റെ പർപ്പസുകൾ ഫുൾഫിൽ ചെയ്യാൻ കഴിയാതെ, ഫ്രൂട്ട്ഫുൾ ആകാതെ, അതിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന, മാറ്റുന്ന ഒരുപാട് പോരുകളും പോരാട്ടങ്ങളും എന്റെ കേൾവിക്കാരായ നിങ്ങളിൽ ചിലർ അനുഭവിക്കുന്നുണ്ടാകും.
എനിക്ക് പറയാനുള്ളത്, there is victory in the name of Jesus Christ. 2000 വർഷങ്ങൾക്ക് മുമ്പ് വിടുവിച്ച കർത്താവ് ഇന്നും വിടുവിക്കുന്നു. കാരണം അവിടുന്ന് ഇന്നും ജീവിക്കുന്നു. ഇന്ന് അവിടുന്ന് അവിടുത്തെ ശരീരമാം സഭയിലൂടെയാണ് ഇന്ന് അവിടുന്ന് ഈ ലോകത്തിൽ വിടുതലുകൾ ചെയ്യുന്നു. ഹല്ലേലൂയ. എല്ലാം യേശുവിന്റെ നാമത്തിലും ആത്മാവിന്റെ ശക്തിയാലുമാണ്. നമ്മുടെ ബലത്തിൽ യാതൊന്നുമല്ല. ഇറ്റ്സ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് വിളിക്കാമെന്ന ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അതെന്താണ്? അപ്പോസ്തലന്മാരെ ആത്മാവ് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു. It's not by their power, not by their own ability. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ ഒരു 40 വയസ്സുള്ള മുടന്തൻ നടന്നു അത്ഭുതകരമായി വിടുതൽ പ്രാപിച്ചു. പത്രോസിന്റെയും യോഹന്നാന്റെയും ശുശ്രൂഷയിൽ ആളെല്ലാം കൂടിയപ്പോഴേ പീറ്റർ പറയുന്ന ഒരു വാക്കുണ്ട്. അതിന്റെ 12-ാം വാക്യം, ഫെലോ ഇസ്രായേലൈറ്റ്സ്, why does this surprise you? Why do you stare at us as if it is by our own power or godliness we had made this man walk? ഞങ്ങളുടെ ഭക്തി കൊണ്ടുമല്ല, ശക്തി കൊണ്ടുമല്ല. അവിടെയാ ഇന്ന് ഒത്തിരി പ്രശ്നങ്ങൾ വന്നത്. ഒരുപാട് പേര് എന്തെങ്കിലും ഒരു വിഷയം നടന്നാൽ നമ്മൾ ഏതാണ്ട് വലിയ സംഭവമാണെന്നുള്ള ഒരു പരിപാടി അങ്ങ് തുടങ്ങും. നമ്മുടെ ആരുടെയും ഭക്തി കൊണ്ടുമല്ല, ശക്തി കൊണ്ടുമല്ലെന്ന പീറ്റർ ഓപ്പൺ ആയിട്ട് പറയുക. It's by the power of the Holy Spirit and it is done in the name of Jesus Christ. അപ്പൊ നിങ്ങൾ ഒരു ചർച്ചായിട്ട് നിങ്ങൾ ഇതൊന്ന് ചിന്തിക്കണം. യു ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇൻ അബുദാബി. നിങ്ങളുടെ മുൻപിൽ ഒരു കേസ് വരുമ്പോൾ അധികാരവും ശക്തിയും കർത്താവ് കൈമാറിയിട്ടുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാനുള്ള അധികാരം. ആത്മശക്തിയുള്ള എല്ലാവരും മനസ്സിലാക്കണം, അതോറിറ്റി ഉണ്ട്. അതോറിറ്റി എക്സർസൈസ് ചെയ്യാനുള്ള ആത്മബലവുമുണ്ട്. പക്ഷെ പാസ്റ്റർ എന്നിട്ടും അതങ്ങോട്ട് നടക്കുന്നില്ല. അതാണ് ഇവിടുത്തെ വിഷയം. അവരിതെല്ലാം എക്സർസൈസ് ചെയ്ത് സക്സസ്ഫുൾ ഒക്കെ ആയിരുന്നു. അവരോർത്ത് ഇതെല്ലാം ഗ്രാജുവേറ്റ് ചെയ്തെന്ന്. പക്ഷേ ഒരു കേസ് വന്നപ്പോൾ സംഗതി നടക്കുന്നില്ല. അതാണ് സ്വകാര്യമായിട്ട് അവർ എന്ന് കർത്താവിനോട് പറയുന്നത്. വൈ ദ പവർ ഫെയിലിയർ? വൈ ഇസ് ഇറ്റ്? അപ്പോൾ നമ്മുടെ സമയം ഏതാണ്ട് കഴിയുകയാണ്. അപ്പൊ അതിനോടൊരു ജസ്റ്റിസ് എനിക്ക് ചെയ്യാൻ എത്രത്തോളം ഒക്കും എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ വേഗത്തിൽ 1-2 കാര്യങ്ങൾ പറയാം. എന്നിട്ട് നമുക്ക് നാളെയും ഉണ്ടല്ലോ, വി വിൽ കണ്ടിന്യൂ. അതിന് 17-18 വാക്യങ്ങൾ 9 മർക്കോസ് 9. കർത്താവ് എന്താണ് ഈ തർക്കം എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, സ്ക്രൈബ്സ് ഒക്കെ ഷൈൻ ചെയ്ത് നിൽക്കുന്ന സമയത്താണ്. അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരു, ഊമനായ ആത്മാവുള്ള എന്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടുപോകും. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന ഉത്തരം പറഞ്ഞു. ഓ, ആ സമയത്ത് ശിഷ്യന്മാരുടെ ആ സ്ഥിതി നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി അല്ലേ? ജീസസ് എന്തോ പറയും, നമ്മള് അങ്ങ് വല്ലാതാകുന്ന ഒരു അനുഭവമാണ്. കാരണം അവരുടെ ആ ബലഹീനത, അവർക്ക് ആ ആത്മബലം ഇല്ലാതെ പോയത് അങ്ങ് തുറന്നു കാട്ടുകല്ലേ. അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവർ ശ്രമിച്ചു, പക്ഷെ അവർക്ക് കഴിഞ്ഞില്ല. ഇതാണ് നമ്മുടെ പോയിന്റ്. വൈ ഈസ് ദാറ്റ്? നമ്മളിപ്പോ ഇങ്ങനെ ആയിരിക്കുന്നു. ക്രിസൻഡം
പലരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നിട്ട് we have accepted maybe this is the normal. ജീസസ് അധികാരവും ശക്തിയും ഡെലിഗേറ്റ് ചെയ്തിരിക്കുകയാണ്, പക്ഷെ ഇപ്പോൾ അവർക്ക് കഴിയുന്നില്ല. 18ാമത്തെ വാക്യവും 25ാം വാക്യം കൂടെ ചേർത്ത് നമ്മൾ പഠിച്ചാൽ അവന് അവൻ കേൾക്കത്തില്ല, അവന് സംസാരിക്കാൻ ഒക്കത്തില്ല. എന്നിട്ട് ആ ഡിമോണിക് പവർ എത്ര ഹാം ചെയ്യുന്നതാണ്. ആ യൗവനക്കാലിൽ പ്രവേശിച്ച ഈ ഡിമണ് അവനെ താഴെ ഇടും, പത, എന്നിട്ട് അവനെ ചിലപ്പോ തീക്കാത്തിടും, അവനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു ശക്തിയാണ്. ഡിമോണിക് ഇൻഫ്ലുവൻസും ഡിമോണിക് പൊസഷൻ എല്ലാം ഇറ്റ് ഈസ് ടു ഡിസ്ട്രോയ്. വാസ്തവത്തിൽ ആ യൗവനക്കാരൻ കാണിക്കുന്നതെല്ലാം എപ്പിലെപ്സിയുടെ സിംറ്റംസ് ആണ്. ചില രോഗങ്ങളുടെ പിൻപിൽ പോലും ഇങ്ങനെയുള്ള ദുഷ്ടശക്തികളാകാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾ എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എല്ലാ രോഗവും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എന്തെങ്കിലും പറയാൻ നമുക്ക് പ്രശ്നമാണ്. കാരണം കൃത്രിപ്പുകാർ, അമിത കൃത്രിപ്പുകാർ ഇങ്ങനെ ഇരിക്കുക. ഒരു വാക്ക് വന്ന് ഇതിനകത്തെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ്? വിമർശിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ആളുകൾക്ക് ചിലർക്ക് വിമർശനമാക്കില്ലത് കുത്തിക്കുറിച്ചിരുന്ന് വിമർശനം ഉണ്ടാക്കുക. അല്ല, വാട്ട് ഡസ് ഇറ്റ് ബെനിഫിറ്റ്? ഉപദേശപരമായ കാര്യങ്ങൾ, ദുരുപദേശങ്ങൾക്കെതിരെ ഉപദേശം പറഞ്ഞ് ദുരുപദേശങ്ങളുടെ വായടക്കണം. അല്ലാതെ ചില ആളുകൾ വിമർശിക്കാൻ വിറ്റുകൊടുത്തവരുണ്ട്. അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ പറയാം, യാതൊരു പ്രയോജനവും അതുകൊണ്ട് ഇല്ല. നമ്മുടെ ആത്മീയതയ്ക്ക് അത് മുന്നേറ്റമല്ല എന്നത് ഇതിനോടകം അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ട്. സ്ക്രിപ്ചറാണ് നമുക്ക് ആധാരം. If Jesus ministered like that, and if he's delegating power and authority to his disciples whom he has designated, then that is the truth. 9:19 അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. ഇത് ആരോടാ പറയുന്നത്? യേശു. അവിശ്വാസമുള്ള തലമുറയെ. ഇത് ബൈബിളിൽ അവിശ്വാസികളോട് കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഘട്ടത്തിൽ കർത്താവ് ശിഷ്യന്മാരോടാണ് ഇത് പറയുന്നത്. അവിശ്വാസമുള്ള തലമുറ. അപ്പൊ പ്രശ്നം എന്തായിരുന്നു? അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. കർത്താവ് എവിടെയായിരുന്നു? മറുവ മലയിൽ പോയി. കർത്താവ് കൂടെ ഇല്ലാഞ്ഞോണ്ട് they couldn't trust the Lord that much. ജീസസിന് ഇവരെ സജ്ജമാക്കണം. കുറെ നാൾ കഴിയുമ്പോൾ ജീസസ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യും. ജീസസ് സ്വർഗത്തിലേക്ക് കരേറിപ്പോവും. പിന്നെ ഇവര് ആത്മശക്തിയോടെ ശുശ്രൂഷിക്കണം. എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും? എത്രത്തോളം നിങ്ങളെ പൊറുക്കും? അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ നിർത്താൻ താല്പര്യപ്പെടുകയാണ്. കൊണ്ടുവന്ന വഴിക്കാണ് ആ ഭൂതം അവനെ താഴെ ഇടുന്നു. അങ്ങനെ അവിടെ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നു. അവർ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. അവൻ നിലത്ത് വീണ് നുരച്ചിരണ്ടു. ഇതൊക്കെ എന്ന് പറയുന്നത് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ബിക്കോസ് ഡിമോൺ ഹാസ്
ടോട്ടൽ കൺട്രോൾ ഓവർ ഹിം. അവനെ വിശ്വസിക്കാനും കഴിയത്തില്ല, അവന്റെ ആക്ഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. ഡീമണാണ് മുഴുവൻ ചെയ്യുന്നത്. കർത്താവ് 21-ാം വാക്യത്തിൽ ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവന്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ ചെറുപ്പം മുതൽ തന്നെ. കർത്താവ് എന്തിനാ ഇങ്ങനെ ചോദിച്ചത്? ജീസസിന് അറിയില്ലേ? വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന കർത്താവ് അപ്പനോട് ഈ കാര്യം ചോദിക്കുന്നത് കേവലം ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയല്ല, പക്ഷെ ആ അപ്പന്റെ വേദന നിറഞ്ഞ ഹൃദയത്തെ ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടി ഒരവസരം കർത്താവ് കൊടുക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കും. അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. ആ അപ്പന്റെ വീക്ക് ഫെയ്ത്ത് കണ്ടോ? നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ. പിന്നെന്തിനാ കൊണ്ടുവന്നത്? അപ്പൻ പറയും കൊണ്ടുവന്നു, പക്ഷേ ഈ ശിഷ്യന്മാരുടെ ഈ ശുശ്രൂഷ കണ്ടപ്പം വിശ്വാസം ചോർന്നു പോയതായിരിക്കാനാണ് സാധ്യത. അതാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നിട്ട് 24-ാം വാക്യത്തിലാണ് അപ്പൻ ആ വീക്ക് ഫെയ്ത്ത് കൺഫസ് ചെയ്യുന്നത്. ഹെൽപ്പ് മൈ ഫെയ്ത്ത്, ഹെൽപ്പ് മൈ അൺബിലീഫ്. യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. ഇതാണ്, ദിസ് ഇസ് ദ ഹാർട്ട് ഓഫ് ദ ലെസൺ. All things are possible for one who believes. അവിശ്വാസമുള്ള തലമുറയെ, the problem is unbelief. പക്ഷെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ കണക്റ്റ് ആകണം. നിങ്ങൾ നോക്കുക, ആ വേദഭാഗം മർക്കോസ് എടുക്കുമ്പോഴേ ഇവര് വീടിനകത്ത് കയറി കഴിയുമ്പോഴേ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് 24, 25, 26 ഞാൻ സ്കിപ്പ് ചെയ്യാണ് വാക്യങ്ങൾ. കാരണം ആ ബാലനെ വിടുവിക്കുകയാണ് കർത്താവ്. അപ്പോൾ അത് നിലവിളിച്ച് അവനെ വളരെ ഇഴച്ച് പുറപ്പെട്ടു പോയി. മരിച്ചുപോയി എന്ന് പലരും പറവാൻ തക്കവണ്ണം അവൻ മരിച്ച പോലെയായി. 27 യേശു അവനെ കൈക്ക് പിടിച്ച് നിവർത്തി, അവൻ എഴുന്നേറ്റു. പിന്നാണ് നമ്മൾ വായിച്ചത്, വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. കർത്താവ് പറയാ, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോവുകയില്ല എന്നവൻ പറഞ്ഞു. ചില തർജ്ജിമകളിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ, ചില മാനുസ്ക്രിപ്റ്റ്സിൽ അങ്ങനെ. അവിശ്വാസമുള്ള തലമുറ എന്ന് പറയുന്നു, ഇവിടെ പറയുകയാണ് പ്രാർത്ഥനയാൽ അല്ലെങ്കിൽ ഉപവാസത്താലും പ്രാർത്ഥനയാൽ. അപ്പൊ ഈ വിശ്വാസം ചോർന്നു പോയതും, എന്താ ഈ വിശ്വാസം ചോർന്നു പോയത്? അത് ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. ഞങ്ങൾക്ക് ഏത് കൈകാര്യം ചെയ്യാം. ഇപ്പൊ പ്രാർത്ഥിച്ചൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്ത വിശ്വാസ എക്സസൈസ്, എ സ്ട്രോങ് പ്രയർ ലൈഫ്, പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ്, അതൊരു കീ ആണ്. അത് കുറഞ്ഞുപോയി. Faith for extraordinary things come by fasting and prayer. ഇപ്പം പ്രാർത്ഥിക്കുന്ന ബിസി ആയി പോയി. എന്താ ചെയ്യാനാ? ബിസിയാണ്. ഇത് നമ്മളെ കോൺട്രാക്ട് കൊടുക്കും, പ്രാർത്ഥിച്ചോണേ. ആരായി പ്രാർത്ഥിക്കുന്നു? നമ്മൾ അവരെ ഇവരെ എല്ലാം വിളിച്ചു പറയും പ്രാർത്ഥിച്ചോണേ പ്രാർത്ഥിച്ചോണേ. ആര് പ്രാർത്ഥിക്കാൻ? നമുക്ക് പ്രാർത്ഥിക്കാൻ നേരം, ഉപവസിക്കാനോ ഇപ്പൊ വയ്യ. ഇതാണ് കേരളത്തിൽ പെന്തക്കോസ്ത് അനുഭവം ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ
നമ്മുടെ പിതാക്കന്മാരൊക്കെ ആത്മശക്തിയോടെയാണ് ശുശ്രൂഷിച്ചത്. They were powerful people. പിന്നീട് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മളെ പ്രാർത്ഥന മുഴുവൻ ഇതാ, അവേ ഈ കമയുടെ കാര്യം ഒന്ന് ശരിയാക്കണേ, ആ ജോലിയുടെ കാര്യം, കൊറോണ കർത്താവ്, ഇതെല്ലാമാണ് ഇപ്പോഴത്തെ വിഷയം. ആ ഫെയ്ത്തും പ്രയറും ഫാസ്റ്റിംഗും ഒക്കെ തമ്മിലൊരു കണക്ഷൻ ദൈവമക്കള് ഒന്ന് മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ജാതി അപ്പോൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ, ഓവർ പവർ ചെയ്യാൻ ജീസസിലുള്ള ആ ട്രമെൻഡസ് ടോട്ടലായിട്ടുള്ള ഡിപ്പെൻഡൻസ് ആണ് വേണ്ടത്. ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. Prayer is the highway that faith takes into the power of God. എന്താ പറ്റിയത്? ശ്രമിച്ചിട്ടും കാര്യം നടക്കുന്നില്ല. പ്രാർത്ഥനയിൽ വന്നുപോയ ക്ഷീണം. ഇപ്പോൾ വേണ്ടവണ്ണം വിശ്വാസമില്ല. കർത്താവ് കൂടെയില്ല. ഡിസൈപ്പിൾഷിപ്പിന്റെ ഒരു വലിയ ലെസൺ ആണിത്. ഡിപ്പെൻഡ് ഓൺ ജീസസ് ക്രൈസ്റ്റ്. ട്രസ്റ്റ് ഹിം. He has delegated his authority and power. ആത്മ നടത്തിപ്പിൽ അധികാരവും ശക്തിയും പ്രയോജനപ്പെടുത്തുക. ഇത് ശിഷ്യത്വത്തിന്റെ ഒരു പാഠമായി നിങ്ങൾ എടുക്കണം. We are called to follow Jesus Christ. രക്ഷിക്കപ്പെട്ട ഒരു സമൂഹമാണ് എന്നെ കേൾക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം. We have been powerless. അതുകൊണ്ടാണ് പലരും വിടുതൽ പ്രാപിക്കാതെ ഇരിക്കുന്നത്. നമുക്ക് ദൈവത്തോട് ഹംബിൾ ചെയ്ത് പ്രാർത്ഥിക്കാം. ലോർഡ്, ഞങ്ങൾക്കതിന് കരുത്തില്ല. യു ഗിവ് us grace and power. എന്നിട്ട് ഞങ്ങൾ ആരുടെ മേലാണ് കരം വെക്കേണ്ടത്? എങ്ങനെയാണ് ശുശ്രൂഷ? യു ഗിവ് us the direction. നമ്മുടെ ഇഷ്ടത്തിലല്ല ഒരു ശുശ്രൂഷയും ചെയ്യേണ്ടത്. ആത്മാവാണ് നമ്മളെ നടത്തേണ്ടത്. ആത്മപ്രേരിതരായിട്ടാണ് ചെയ്യേണ്ടത്. ആത്മാവിനാൽ യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്ന അനുഭവം നമുക്കുണ്ടാകണം. ആ ബേസ് ഇല്ലാതെ ഒന്നും സക്സസ് ആകുന്നില്ല. ഒരിക്കൽ ഇത് ചെയ്തത് കൊണ്ട് പിന്നത്തേതിൽ ചെയ്യണമെങ്കിൽ ഒരിക്കൽ ചെയ്തത് പിന്നെ ചെയ്യാൻ ഗ്യാരണ്ടി ആയിട്ട് ചിന്തിക്കരുത്. ഒരിക്കൽ ചെയ്തു, ഒരിക്കൽ ചിലർക്ക് വിടുതലിന് കാരണമാക്കി ദൈവം ഉപയോഗിച്ചു. പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ prayer, fasting and trusting and depending on God, everything God. Now we are weak, but we will not admit that we are weak. ബ്രദറെ, 15 വർഷം മുമ്പ് ഞാൻ അങ്ങനെ ആയിരുന്നു ബ്രദറെ, ഇങ്ങനെയൊക്കെ. എന്റെ ബ്രദറെ, ഇപ്പൊ എന്താ ഇല്ലാതെ? ഒരുപാട് സാക്ഷ്യങ്ങൾ. പണ്ട് തീയായിരുന്നു, ഇപ്പൊ തീ. അങ്ങനെ ഒരു തീ ഉണ്ടോ? അതിൽ പറ്റിപ്പോകുന്ന ഇതാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡയറക്ഷനുകൾ തിരിച്ചു, നമ്മുടെ അറ്റൻഷൻ തിരിച്ചു. We did not stay tuned to the Lord. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പലപ്പോഴും യേശു ശിഷ്യന്മാരെ ശാസിച്ചിട്ടുണ്ട് ബിക്കോസ് ഓഫ് their little faith. അല്പവിശ്വാസികളെ, അങ്ങനെയല്ലേ കർത്താവ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രാത്രി ഇത് ചിന്തിക്കുക. God bless you. Over to you, Pastor.